നിലമ്പൂരിൽ UDFന്റെ പ്രചരണം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. എങ്ങനെയാണ് UDFന്റെ ഒരു പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? UDFന്റെ ഇന്നലെ 4 പഞ്ചായത്തുകളിലുള്ള കൺവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, നേതാക്കന്മാരുടെ, അതായത് ചെയർമാനും അതുപോലെ കൺവീനർമാരും അടങ്ങുന്ന ഓരോ ബൂത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അവരുടെ യോഗമാണ് ഞങ്ങൾ ഇന്നലെ 4 പഞ്ചായത്തുകൾ നടത്തിയുണ്ടായി. നല്ല യോഗമാണ് അവിടെ നടന്നത്. ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന് വെച്ചാൽ വെറുതെ ആളുകളെ കൊണ്ടുവന്നിരുത്തിയല്ല ചെയ്തത്. അതിനകത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യോഗത്തിന്റെ ഇടയിൽ തന്നെ ശ്രീ AP അനിൽകുമാർ ഓരോ ബൂത്തിന്റെയും പേരെടുത്ത് ഇത്ര നമ്പർ ബൂത്തിലെ ചെയർമാൻ ആരാ വന്നിട്ടുള്ളത്, അതുപോലെ കൺവീനർ ആരെയാണ്, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തന ശൈലിയും. അത് തന്നെയാണ് ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദം ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കപ്പുറം ഇപ്പൊ അതാണ് ചർച്ചയാകുന്നത്. അത് കോൺഗ്രസിനും UDFനും ഒരു തലവേദനയായി മാറുകയല്ലേ നിലവിൽ? ഞങ്ങൾക്കൊരു തലവേദനയില്ല ഇക്കാര്യത്തിൽ. അങ്ങനൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. വെറുതെ കുറെ മീഡിയാസ് ഉണ്ടാക്കുന്ന തലവേദനകൾ ആണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ അതാണ്. പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആവുമ്പോൾ ഞങ്ങളുടെ KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇവരുമായൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ചില തീരുമാനങ്ങളെടുക്കും. അതേപോലെ തന്നെ UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഘടകകക്ഷികളിൽപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അവരുമായൊക്കെ കൂട്ടായി ആലോചിക്കും. ആലോചന നടത്തിക്കൊണ്ട് ഇതിനെന്ത് പരിഹാരമാർഗങ്ങൾ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ഇനി സമയമൊന്നും ആയിട്ടില്ല, നോമിനേഷൻ കൊടുത്തിട്ടില്ല. നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെയാണ്, 2-ാം തീയതി വരെയാണ് സമയമുള്ളത്. അപ്പോൾ അതൊക്കെ വരട്ടെ, അതിനിടയ്ക്ക് കാര്യങ്ങൾ ചർച്ചകൾ നടക്കും. അൻവർ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ആ നിലയിലുള്ളൊരു മത്സരം നടന്നാൽ UDFന് അതൊരു വെല്ലുവിളിയാകില്ലേ? ഞാൻ അങ്ങനെ ഒരാൾ മത്സരിക്കരുത് അല്ലെങ്കിൽ ഒരാൾ മത്സരിച്ചു കൂടാ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരവർ എന്താണെന്ന് വെച്ചാൽ അവർ പറയും. എങ്കിലും ഈ ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിണറായി ഗവൺമെന്റിന്റെ 9 വർഷക്കാലത്തെ തെറ്റായ നയങ്ങൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് എപ്പോഴും ദ്രോഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് പോകും. അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാനത് പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ഒരു കാര്യം, അൻവർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻവർ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പിണറായിസത്തിനെതിരെയാണ് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ പിണറായി ഗവൺമെന്റിന്റെ 9 വർഷക്കാലത്തെ തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ 2 കൂട്ടരുടെയും അഭിപ്രായങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, UDFുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രീ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരും എന്ന് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ്, അത് അടിച്ചേൽപ്പിക്കുകയല്ല. ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ വിമർശനങ്ങൾ അതല്പം കടന്നൊരു വിമർശനമാണെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങളിലെല്ലാം അൻവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആര്യാടൻ മുഹമ്മദിന് വേണ്ടി അൻവർ എങ്ങനെയായിരിക്കും മണ്ഡലത്തിൽ പ്രവർത്തിക്കുക? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ സാമാന്യ മര്യാദകൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. അത് തന്നെയാണ്. അതിനുള്ള അവസരമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് അൻവറുമായി? അല്ല, അത് തീർച്ചയായിട്ടും അതിന് വരുന്ന അവസരം നോക്കി ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിനിപ്പോൾ ഇനി സമയം കിടക്കുന്നു. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് UDF കൺവീനർ പറയുന്നത്. എന്തായാലും അൻവർ UDF പാളയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.